Dear friends, Tech for Mathsന്റെ പുതിയ വീഡിയോ ആയ +1 മാത്സ് ഇംപ്രൂവ്മെന്റ് ക്ലാസ് ട്രിഗണോമെട്രി ഫംഗ്ഷന്റെ മൂന്നാമത്തെ പാർട്ടിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. മൂന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ആംഗിൾസും അതുപോലെ പ്രോഡക്റ്റ് ഫോർമുല ഇൻ ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് ആണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് പ്രോബ്ലംസുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ മൾട്ടിപ്പിൾ ആംഗിൾസ് ഇപ്പോൾ 2x 3x അങ്ങനെയൊക്കെ വരുമ്പോൾ സൈൻ അല്ലെ കോസ് ടാനൊക്കെ എങ്ങനെ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ സൈൻ 2x നമുക്കറിയാവുന്നതാണ്. സൈൻ 2x എന്ന് പറയുമ്പോൾ 2 sin x cos x ആണ്. കോസ് 2xന് സൈൻ 2xന് ഒരു ഫോർമുലയുണ്ട്, 2 tan x by 1 plus tan square x എന്ന് പറയും. ഇതിൻ്റെ പ്രൂഫൊന്നും ഞാൻ പറയുന്നില്ല, നമുക്കൊന്ന് ഓർമ്മപ്പെടുത്താൻ മാത്രമേ ചെയ്യുന്നുള്ളൂ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി. ദെൻ കോസ് എക്സ് 4 ഇക്വേഷൻ ആണ്. കോസ് 2xന് കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ്, അതുപോലെ 2 cos സ്ക്വയർ എക്സ് മൈനസ് 1 എന്ന് വെച്ചാൽ ഇവിടെ വേണമെങ്കിൽ നമുക്ക് 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് എന്ന് എഴുതാം. അപ്പോൾ അതോട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് കോസ് സ്ക്വയർ എക്സ് ആയി മാറും. അങ്ങനെ 2 cos സ്ക്വയർ എക്സ് മൈനസ് 1 എഴുതാം. അതുപോലെ തന്നെയാണ് 1 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ് എഴുതാം. നാലാമത്തെ കോസ് 2x ഈക്വൽ ടു 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ്. തിരിഞ്ഞു പോലെ 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് ആണ് കോസ് 2xൻ്റെ ടാനിലുള്ള ഇക്വേഷൻസ് എന്ന് പറയുന്നത്. അതുപോലെ ടാൻ 2x പറയാം. അടുത്തത് ടാൻ 2x ആണ്. ടാൻ 2x പറയുമ്പോൾ 2 tan x ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് ആണ്. അപ്പോൾ ഈ സൈൻ 2xും ടാൻ 2xും തിരിഞ്ഞു പോകരുത്. താഴെ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് ആണെങ്കിൽ സൈൻ 2xും 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് ആണെങ്കിൽ ടാൻ 2xും ആണ്. അതുപോലെ ആണ് സൈൻ 3x. അപ്പോൾ ഇവിടെയും മൾട്ടിപ്പിൾ ആണ് 3x എന്ന് പറയുന്ന. അപ്പോൾ അതിന് നമ്മൾ പഠിക്കുന്നത് 3 sin x മൈനസ് 4 sin ക്യൂബ് x എന്നാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? സൈൻ 3x ഈക്വൽ ടു 3 sin x മൈനസ് 4 sin ക്യൂബ് x പറയാം. അതുപോലെ കോസ് 3xന് 4 cos ക്യൂബ് x മൈനസ് 3 cos x പറയാം. ടാൻ പറയുമ്പോൾ ടാൻ 3x എന്ന് പറയുന്നത് 3 tan x മൈനസ് ടാൻ ക്യൂബ് x ബൈ 1 മൈനസ് 3 tan സ്ക്വയർ x എന്നാണ്. അപ്പോൾ ഇതാണ് 3യുടെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്ന ആംഗിൾസ് വരുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, സൈനും കോസും ടാനും എങ്ങനെ എഴുതാമെന്നാണ്. അപ്പോൾ ഇത് തിരിഞ്ഞു പോയത് ഇവിടെ 3 sin x മൈനസ് 4 sin ക്യൂബ് x ആണ്. ഇവിടെ പറയുന്നത് 4 sin ക്യൂബ്. അപ്പോൾ ഇത് തിരിഞ്ഞ് ആദ്യം 4 പറയാം. 4 cos ക്യൂബ് x മൈനസ് 3 cos x ആണ്. പക്ഷേ ഇത് വ്യത്യസ്തമാണ്. 3 tan x. ഇപ്പോൾ tan 3x ആണെങ്കിൽ 3 tan x മൈനസ് tan ക്യൂബ് x 1 മൈനസ് 3 tan സ്ക്വയർ x എന്ന് പറയാം. നെക്സ്റ്റ് ആണ് പ്രോഡക്റ്റ് ഫോർമുല എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കൺട്രോൾ ചെയ്യാം. സൈൻ എക്സ് പ്ലസ് ടാൻ വൈ എന്ന് പറയുമ്പോൾ ഇസ് ഈക്വൽ ടു 2 sin x പ്ലസ് വൈ ബൈ 2 cos x മൈനസ് വൈ ബൈ 2. ഇങ്ങനെ വരുമോ സൈൻ എ പ്ലസ് സൈൻ ബി അല്ലെങ്കിൽ സൈൻ എക്സ് പ്ലസ് സൈൻ വൈ എന്ന ഫോമിൽ വന്നാൽ നമ്മൾ അതിൻ്റെ സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത് 2 sin x പ്ലസ് വൈ ബൈ 2 ഇൻറ്റു കോസ് എക്സ് മൈനസ് വൈ ബൈ 2 എന്ന് പറയാം. ഇനിയും സൈൻ മൈനസ് ആണല്ലോ, സൈൻ എക്സ് മൈനസ് സൈൻ വൈ ആണെങ്കിൽ 2 cos x പ്ലസ് വൈ ബൈ 2 സൈൻ എക്സ് മൈനസ് വൈ. തിരിഞ്ഞു പോകുന്നത്. അപ്പം ഇവിടെ പ്ലസ് വരുവാണെങ്കിൽ ആദ്യം സൈൻ ആവാതെ രണ്ടാമത് കോസ്, ഇവിടെ മൈനസ് വരും ആദ്യം കോസ് പറയണം പിന്നെ സൈൻ പറയണം. പക്ഷെ കോസ് എക്സ് പ്ലസ് കോസ് വൈ ആണെങ്കിൽ നമുക്കറിയാം 2 cos x പ്ലസ് വൈ ബൈ 2 cos എക്സ് മൈനസ് വൈ ബൈ 2. അപ്പോൾ രണ്ടും കോസ് ആണ്. അപ്പോൾ സൈൻ വരുമ്പോഴാണ് ഒന്ന് പ്ലസും ഒന്ന് സൈനും ഒന്ന് കോസും വരുന്നത്. ഇവിടെ രണ്ടും കോസ് ആണ്. ഇപ്പോൾ പ്ലസ് എക്സ് ആണെങ്കിൽ പറയാം മൈനസ് കോസ് എക്സ് മൈനസ് കോസ് വൈ ആണെങ്കിൽ നമുക്ക് മൈനസ് 2 ഇൻറ്റു സൈൻ എക്സ് പ്ലസ് വൈ ബൈ 2 ഇൻറ്റു സൈൻ എക്സ് മൈനസ് വൈ ബൈ 2 എന്ന് എഴുതാൻ പറ്റും. ശരിയല്ലേ? അപ്പോൾ ഇവിടെ കോസ് വരുവാണെങ്കിൽ ശ്രദ്ധിച്ച്, കോസിൻ്റെ കൂടെ നടുക്ക് മൈനസ് ആണെങ്കിൽ നമ്മൾ മൈനസിലാണ് തുടങ്ങുന്നത്, ബാക്കി രണ്ടും സൈനിലാണ് വരുന്നത്. അപ്പോൾ കോസ് വരുവാണെങ്കിൽ രണ്ടും കോസ് അല്ലെങ്കിൽ രണ്ടും സൈനാണ്. സൈൻ വരുമ്പോൾ അങ്ങനെയല്ല, ഒന്ന് സൈനും ഒന്ന് കോസും ആയിരിക്കും. അത് പ്ലസ് വരുവാണെങ്കിൽ ആദ്യം സൈൻ പറയണം, മൈനസ് വരുവാണെങ്കിൽ കോസ് പറയണം. ഇവിടെ അതല്ല, പ്ലസ് വരുവാണെങ്കിൽ രണ്ടും കോസ്, മൈനസ് വരുവാണെങ്കിൽ രണ്ട് സൈനാണ്, അതിൻ്റെ കൂടെ ഒരു മൈനസ് കൂടെ പറയണം. നെക്സ്റ്റ് ഓർത്ത് വെക്കാൻ വേണ്ടി ഒരു ഫോർമുലയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചോദിക്കുക. ഇപ്പോൾ സൈൻ എക്സ് പ്ലസ് സൈൻ എക്സ് പ്ലസ് സൈൻ എക്സ് പ്ലസ് വൈ പ്ലസ് സൈൻ എക്സ് മൈനസ് വൈ എന്ന ഫോമിൽ വരുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റും 2 sin x cos y. കാരണം ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റുന്നത് വെട്ടി പോയിട്ട് കിട്ടുന്നത് 2 sin x cos y എന്ന് പറയാം. അതുപോലെ ഇവിടെ സൈൻ എക്സ് പ്ലസ് വൈ മൈനസ് സൈൻ എക്സ് മൈനസ് വൈയെ 2 cos x sin y എന്ന് എഴുതാം. ഇതും അതുപോലെയാണ് കോസ് എക്സ് പ്ലസ് വൈ പ്ലസ് കോസ് എക്സ് മൈനസ് വൈയെ 2 cos x cos y എന്ന് എഴുതാം. ഇത് കോസ് എക്സ് പ്ലസ് വൈ മൈനസ് കോസ് എക്സ് മൈനസ് വൈയെ
-2 sin x sin y എന്ന് എഴുതാം. നമ്മൾ ഇതും നേരത്തെ പറഞ്ഞ് കമ്പയർ ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ആദ്യം ഇവിടെ 2 സൈൻ ആകുമ്പോൾ ആഡ് ചെയ്യുമ്പോൾ സൈനും കോസും വരുന്നത്, കുറയ്ക്കുമ്പോൾ കോസും സൈനും വരുന്നു. പിന്നെ കോസ് തമ്മിൽ കൂട്ടുമ്പോൾ 2 കോസ് വരുന്നു, കോസ് തമ്മിൽ കുറയ്ക്കുമ്പോൾ 2 സൈൻ വരുന്നു എന്ന രീതിയിൽ നേരത്തെ പറഞ്ഞുകൊണ്ട് ചെയ്യാം. ഇനി ഇത് ഉപയോഗിച്ചൊരു പ്രോബ്ലമാണ്. ഇതാണ് ഷോ ദാറ്റ് tan 3x into tan 2x into tan x equal to tan 3x minus tan 2x minus tan x. നമുക്ക് വിചാരിക്കും ഇത് tan x to 3xന്റെ ഫോർമുല ഉപയോഗിച്ച് ചെയ്യാവുന്ന, അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഇത്രയും ചെയ്താൽ മതി. നമുക്കറിയാം 3x എന്ന് പറയുന്നത് 2x plus x എന്ന് പറയാം, ഇല്ലയോ? അപ്പം ഞാൻ അങ്ങനെ എടുത്തിട്ട് tan രണ്ടിടത്തും കൊടുക്കും, രണ്ടിടത്തും tan കൊടുക്കും, മാറ്റം ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇത് tan x plus tan y ഫോർമുല അപ്ലൈ ചെയ്യാം. ഇപ്പം tan 3x ഇവിടെ ഉണ്ട്, അതൊന്നും ചെയ്തില്ല. ഞാനിവിടെ tan 3x plus x 2x plus xനെ tan x plus tan y എന്ന ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് tan 2x plus tan x by 1 minus tan 2x tan x എഴുതാം. ഇത് കൂടെ നമ്മൾ tan x plus tan y ആണെങ്കിൽ tan x plus tan y by 1 minus tan x tan y എന്ന് പറയാം. ഓക്കെ, ഇനി ഇവിടെ ഡിനോമിനേറ്ററിൽ ഇവിടെ ഡിവൈഡ് ചെയ്തേക്കുവാണ്, ഇല്ലയോ? 1 minus tan 2x tan x ഇത് ഇപ്പുറത്ത് കൊണ്ടുവരിക, ഈക്വൽ സൈഡിൻ്റെ അപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ ഇൻറ്റു ചെയ്യണം. അപ്പോൾ tan 3x ഇൻറ്റു 1 minus tan 2x ഇൻറ്റു tan x is equal to tan 2x plus tan x എഴുതാം. ശരിയല്ലയോ? ഇനി എന്ത് ചെയ്യുക? ഈ tan 3x അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഇതെന്താ? tan 3x മൈനസ് tan 3x tan 2x tan x കിട്ടും, ഈക്വൽ ടു നമുക്ക് ഇതേപോലെ എഴുതാം, ഇതെഴുതാം. എന്നിട്ട് ഇത് ഇപ്പുറത്ത് കൊണ്ടുവരിക, ഈ മൈനസ് ടൈം അപ്പുറത്ത് കൊണ്ടുപോയിട്ട് ഇത് രണ്ടിനെയും ഇപ്പുറത്ത് കൊണ്ടുവരിക, ഇല്ലയോ? അപ്പോൾ tan 3x മൈനസ് tan 2x tan x ഈക്വൽ ടു tan 3x tan 2x tan x എന്നായിട്ട് നോക്കിയേ. നമ്മൾ ആൻസറുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് തിരിച്ചെഴുതിയാൽ മതി, ശരിയില്ലയോ? അപ്പോൾ അടുത്ത സ്റ്റെപ്പ് തിരിച്ചെഴുതാം. അപ്പോൾ നമുക്ക് ആൻസർ ആയില്ലയോ? വളരെ എളുപ്പമാണ്. ഇത് ഈ ഒരു കാര്യം അപ്ലൈ ചെയ്തെങ്കിൽ മാത്രമേ നമുക്കിത് പെട്ടെന്ന് ആൻസറിൽ എത്തിച്ചേരാൻ പറ്റുള്ളൂ. അത് ശ്രദ്ധിച്ചു ചെയ്യുക. നെക്സ്റ്റ് വൺ, പ്രൂവ് ദാറ്റ്. ഇതാണ് cos 7x plus cos 5x by sin 7x minus sin 5x equal to cot x എന്ന് പ്രൂവ് ചെയ്യണം. ഇത് സാധാരണ എക്സാമിന് ചോദിക്കുന്ന ഒരു പ്രോബ്ലമാണ്, ശരിയില്ലേ? അപ്പോൾ ഞാൻ അതിൻ്റെ LHS എടുക്കുന്നു. അപ്പം ഞാൻ തൊട്ട് മുമ്പ് ഒരു ഇക്വേഷൻ പറയായിരുന്നു, cos x plus cos y sin x minus sin y എന്ന ഫോർമുല പറഞ്ഞു, അതും അപ്ലൈ ചെയ്യാം. അപ്പോൾ cos x plus cos y നമ്മൾ മുമ്പേ പറഞ്ഞു 2 cos x plus y by 2 cos x minus y by 2, ഇല്ലയോ? അപ്പം എക്സിന് പകരം 7x വൈക്ക് പകരം 5x ഇവിടെ അതേപോലെ sin 7x മൈനസ് sin 5x മൈനസ് ആയിരുന്നു, ആദ്യം കോസിൽ തുടങ്ങണം. 2 cos x 7x plus 5x by 2 sin 7x minus 5x by 2 നമുക്ക് എഴുതാം. ഇനി എഴുതിക്കൂടായോ? രണ്ടിടത്തും. ഇനി ഇത് ആഡ് ചെയ്യാം. ഇത് ആഡ് ചെയ്യുമ്പോൾ 12x by 2, ഇവിടെയോ 2x by 2, ഇവിടെ 12x by 2, ഇവിടെ 2x by 2 കിട്ടും, ഇനിയോ? ഡിവൈഡ് ചെയ്യുമ്പം 6x, ഇവിടെ x, ഇത് 6x, ഇത് x എന്ന് കിട്ടും, ഇല്ലയോ? അപ്പോൾ ഇവിടെ കോമൺ ആയിട്ടുള്ള cos 6x cos 6x വെട്ടിപ്പോയിട്ട് cos x by sin x, അത് നമുക്കറിയാം എന്താണെന്ന്. എന്തുവാ? cos x ആണ്, ശരിയല്ലയോ? അപ്പോൾ cos x by sin x ആണ്. അപ്പോൾ cos x by sin x നമ്മൾ പറയുന്ന പേരാണ് cot x. വളരെ എളുപ്പത്തിൽ ആ ഒറ്റ റിലേഷൻ അപ്ലൈ ചെയ്തതിന് ചെയ്യാവുന്നതാണ്. ഇതേപോലെ ഒരുപാട് ക്വസ്റ്റ്യൻ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്, അതൊക്കെ ചെയ്തു നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് cos pi by 4 plus x plus cos pi by 4 minus x is equal to √2 cos x എന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞത്. ഇത് രണ്ട് രീതിയിൽ നമുക്ക് പറയാം. ഞാൻ ഒന്നാമത്തെ പറയുകയാണ്. ഇപ്പോൾ ഇവിടെ cos x plus cos y എന്ന രീതിയിൽ നമ്മൾ അപ്ലൈ ചെയ്താൽ LHS എടുക്കുന്നു. അപ്പം cos x plus cos y ആണെങ്കിൽ 2 cos x plus y by 2 cos x minus y by 2 എന്ന് പറയുന്ന ഫോർമുല അപ്ലൈ ചെയ്യാം, ശരിയല്ലോ? 2 cos ഇതിന് എക്സും ഇത് വൈയും എടുത്താൽ ഇങ്ങനെ അപ്ലൈ ചെയ്യാമല്ലോ. ഇത് പ്ലസ് ചെയ്യുക, ആദ്യം പ്ലസ് ചെയ്യുക, പിന്നെ സബ്ട്രാക്ട് ചെയ്യുക. അതുകൊണ്ടാണ് ഇവിടെ ഒരു ബ്രാക്കറ്റ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിവിടെ അതായത് പ്ലസ് എക്സും മൈനസ് എക്സും വെട്ടിപ്പോയിട്ട് എന്ത് കിട്ടും? 2 cos pi by 4 plus y by 4 by 2 cos അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെ വരുമ്പോൾ -5/4 -5/4 വെട്ടിപ്പോവും, ഇല്ലയോ? പിന്നെ എക്സ് പ്ലസ് എക്സ് 2x by 2 എന്ന് പറയുമ്പം എന്ത് കിട്ടും? എക്സ് എന്ന് കിട്ടും, ശരിയില്ലയോ? ഇത് 2 cos pi by, കാരണം ഇത് ആഡ് ചെയ്യുമ്പോൾ π/4 π/4 45 48 ആഡ് ചെയ്യുമ്പോൾ 90, 90ൻ്റെ പകുതി എന്ത് തന്നെയാണ്? 45 തന്നെയാണ്. അതായത് കൊടുത്തേക്ക് ഇനി നമ്മൾ 2 π/4 അതായത് 2 വെട്ടിപ്പോയിട്ട് π/4 തന്നെ എഴുതാം, ശരിയല്ലേ?
അപ്പോൾ ഇത് കോസ് എക്സ് തന്നെയാണ്. ഈ 2 കോസ് പൈ ബൈ 4 കോസ് പൈ ബൈ 4 വാല്യൂ 1/√2 ആണ്. അപ്പോൾ നമുക്ക് എഴുതാം, അപ്പോൾ 2 × 1/√2 കോസ് എക്സ് എന്ന് എഴുതാം. നമുക്കറിയാം 2നെ √2 എഴുതിയാൽ താഴെ മുകളിൽ വെട്ടിപ്പോയിട്ട് ആൻസർ ഇത് തന്നെ കിട്ടത്തില്ലയോ? 2√2 കോസ് എക്സ് എന്ന് എഴുതാം, ശരിയില്ലയോ? ഇല്ലെങ്കിൽ ഞാൻ മറ്റൊരു രീതി പറയുകയാണ്. ഞാൻ തൊട്ടുമുമ്പേ പറഞ്ഞു കോസ് എക്സ് പ്ലസ് കോസ് വൈ പ്ലസ് കോസ് എക്സ് മൈനസ് കോസ് വൈ ആണെങ്കിൽ നമുക്ക് ഇതിന് ഒറ്റ അടിക്ക് 2 കോസ് ഇത് എഴുതാം, π/4 × കോസ് എക്സ് എന്ന് എഴുതാം. തൊട്ടുമുമ്പേ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോർമുല, പ്രോഡക്റ്റ് ഫോർമുല രണ്ടാമത് പറഞ്ഞപ്പോൾ പറഞ്ഞാണ് ഇത് കോസ് എക്സ് പ്ലസ് വൈ പ്ലസ് കോസ് എക്സ് മൈനസ് വൈ ആണെങ്കിൽ ഇതിനെ 2 കോസ് എക്സ് കോസ് വൈ എന്ന രീതിയിൽ എഴുതുമ്പോൾ നമുക്ക് ഈ ആൻസറിലോട് പെട്ടെന്ന് എത്തിച്ചേരാം. എന്നിട്ട് π/4 വാല്യൂ കൊടുത്ത് ചെയ്യാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ട്രിഗണോമെട്രി ഇക്വേഷൻസ്. നമുക്കറിയാം ട്രിഗണോമെട്രി ഇക്വേഷൻസ് പറഞ്ഞാൽ അപ്പം ഒരു ഇക്വേഷനകത്ത് ട്രിഗണോമെട്രി ഫങ്ഷൻസ് വരികയാണെങ്കിൽ അതിനെ നമ്മൾ ട്രിഗണോമെട്രി ഇക്വേഷൻസ് പറയാം അല്ലേ. ഇക്വേഷൻ ഇൻവോൾവിംഗ് ട്രിഗണോമെട്രി ഫങ്ഷൻസ് ഓഫ് എ വേരിയബിൾ ആർ കാൾഡ് ട്രിഗണോമെട്രി ഇക്വേഷൻസ്. അങ്ങനെയുള്ള ഇക്വേഷൻസ് സോൾവ് ചെയ്യാനാണ് ഈ സെക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും ഇത് സോൾവ് ചെയ്യുന്നത്? അപ്പോൾ സോൾവ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം? നമുക്കറിയാം, നമുക്കിവിടെ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നതിനാണ് ഇവിടെ സോൾവ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, 0ക്കും 2π ഇടയിൽ വരികയാണെങ്കിൽ അതിന് നമ്മൾ പ്രിൻസിപ്പൽ സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. പ്രിൻസിപ്പൽ സൊല്യൂഷൻസ് അല്ലാതെ മൊത്തത്തിലുള്ള സൊല്യൂഷനെയാണ് നമ്മൾ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ജനറൽ സൊല്യൂഷൻ പറയുമ്പോൾ ഒരു n ചേർത്തൊക്കെ നമുക്ക് പറയും, ഒരു ഇൻറ്റിജർ. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, ദി സൊല്യൂഷൻസ് ഓഫ് എ ട്രിഗണോമെട്രി ഇക്വേഷൻ ഫോർ വിച്ച് 0 ≤ x < 2π ആർ കാൾഡ് പ്രിൻസിപ്പൽ സൊല്യൂഷൻ എന്ന് പറയാം. The expression involving integer n which gives all solutions of a trigonometric equation is called general solution എന്ന് പറയാം. അപ്പോൾ പ്രിൻസിപ്പൽ സൊല്യൂഷൻ എടുത്ത് പറഞ്ഞാൽ അത് തന്നെ ചെയ്താൽ മതി. പർട്ടിക്കുലർ സൊല്യൂഷൻ ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ സോൾവ് എന്ന് മാത്രം, അല്ലെങ്കിൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് എന്ന് മാത്രം കണ്ടുപിടിക്കാൻ നമുക്ക് അതിൻ്റെ ജനറൽ സൊല്യൂഷൻ ആയിരിക്കും കണ്ടുപിടിക്കേണ്ടത്. പിന്നെ നമ്മൾ നേരത്തെ പഠിച്ച sin x = 0 എന്ന് വരുന്നൊരു ഇക്വേഷൻ. sin x = 0 ഈക്വൽ ടു വരുന്നതുകൊണ്ട് അവിടെ ഇക്വേഷൻ ആണ്. sin x = 0 ആയാൽ അതിൻ്റെ സൊല്യൂഷൻ നമുക്കറിയാം. നേരത്തെ ഞാൻ ഡിസ്കസ് ചെയ്തോ പറഞ്ഞ പാർട്ട് 1 പാർട്ട് 2 ഞാൻ പറഞ്ഞതാണ് sin x = 0 ആണെങ്കിൽ നമുക്ക് പറയാം x = nπ where n is any integer ഇല്ലയോ. എക്സിന് ഏതൊരു എന്നിൻ്റെ പൈയുടെ മൾട്ടിപ്പിൾ കൊടുത്താൽ അത് ഇൻറ്റിജർ ആയിരിക്കണം. ഇൻറ്റിജറിൻ്റെ മൾട്ടിപ്പിൾ കൊടുത്താൽ 0 ആയിരിക്കും. അതുപോലെ cos x = 0 എന്ന് പറയുന്ന ഇക്വേഷൻ അതുപോലെ ട്രിഗണോമെട്രി ഇക്വേഷനാണ്. cos x = 0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ സൊല്യൂഷൻ ഞാൻ പറഞ്ഞതാണ് x = 2n + 1 × π/4 where n is any integer എന്നൊക്കെ പറഞ്ഞാൽ വാല്യൂസ് ഓഫ് ട്രിഗണോമെട്രി ഫംഗ്ഷൻ പറഞ്ഞപ്പോൾ ഞാൻ ഇതെടുത്ത് പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഇതാണ് ഇക്വേഷനാണ്. അപ്പോൾ ഇതേപോലെ വരുന്ന ഇക്വേഷനെ നമ്മൾ ഇതേപോലെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നു. ഇവിടെ n വരുന്നതുകൊണ്ട് ഇത് ജനറൽ സൊല്യൂഷനാണ്, ഇതും ജനറൽ സൊല്യൂഷൻ. ഇതിൻ്റെ പർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഏത് വരും എന്ന് പറയാമോ? പൈ മാത്രമേ വരത്തുള്ളൂ, ശരിയില്ലേ? എന്ന് വെച്ചാൽ 0ക്കും 2π 2π പറ്റത്തില്ല. 2π പറ്റുമായിരുന്നെങ്കിൽ പൈയും 2π എന്ന് പറയായിരുന്നു. ഇവിടെയോ? ഇവിടെ π/2 ഇനി എന്ത് കൊടുക്കണം? അപ്പോൾ അവിടെ കിട്ടുന്നത് π/2 3π/2 അതിനിടയിലുള്ള വാല്യൂസാണ്. അപ്പോൾ നമുക്ക് ഇവിടെ രണ്ട് പ്രിൻസിപ്പൽ സൊല്യൂഷൻ പറയാം. അപ്പോൾ ഒരു പ്രോബ്ലം നമുക്ക് ചെയ്ത് നോക്കാം. പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് 3 തിയറം, ഈ സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട 3 തിയറമാണ് പ്രോബ്ലം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഒന്നാമത് പറയുന്നത് ഇതാണ്: ഫോർ എനി റിയൽ നമ്പർ എക്സ് ആൻഡ് വൈ, ഏത് രണ്ട് റിയൽ നമ്പർ എക്സും വൈയും ആണെങ്കിൽ sin x = sin y എന്ന ഇക്വേഷൻ ആണെങ്കിൽ, sin x = sin y എന്ന ഒരു ട്രിഗണോമെട്രി ഇക്വേഷൻ വരുവാണെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് x = nπ + -1/ny where n belongs to z എന്ന് പറയാം കേട്ടോ. ഇങ്ങനെ ഒരു ഇക്വേഷൻ വരും, sin x = sin y, ഇപ്പോൾ sin x = sin π/4 എന്ന രീതിയിൽ വരുവാണെങ്കിൽ നമുക്ക് എക്സിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കില്ല. അപ്പോൾ x = nπ + -1/ny എന്ന രീതിയിൽ നമുക്ക് എഴുതാവുന്നതാണ്. എന്നത് എൻ്റെ ജനറൽ സൊല്യൂഷനാണ്. ഇനി കോസ് വന്നാലും അതേപോലെ എഴുതാം. കോസ് വന്നാൽ നമുക്ക് എഴുതേണ്ടത് ഇങ്ങനെയാണ്: cos x = cos y എന്ന ഫോമിലുള്ള ട്രിഗണോമെട്രി ഇക്വേഷൻസ് ആണെങ്കിൽ നമുക്ക് x എന്ന് പറയുന്നത് 2nπ ± y where n belongs to z എന്ന് പറയാം, ശരിയോ? ടാൻ വന്നാലും അതുപോലെ എഴുതാം. ടാൻ വരുമ്പോൾ പക്ഷേ എക്സും വൈയും എന്താവരുത്? ഓഡ് മൾട്ടിപ്പിൾ ഓഫ് π/2 ആവരുതെന്ന് വെച്ചാൽ π/2ൻ്റെ ഓഡ് മൾട്ടിപ്പിൾ ആവരുത്.
എങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം tan x = tan y implies x = n π + y എന്ന് പറയാം. ഇവിടെ വ്യത്യാസമുള്ള ഇവിടെ -1n വരുന്നു, ഇവിടെ +y എന്ന് വരുന്നു എന്ന രീതിയിൽ ചെയ്യാം. ഇത് ഉപയോഗിച്ചുള്ള പ്രോബ്ലം നമുക്ക് നോക്കാം. Find the principal solutions of the equation. Principal solution of the equation ഇതാണ് കണ്ടുപിടിക്കുന്നത്. ഇത് ഈ ഇക്വേഷൻ്റെ പ്രിൻസിപ്പൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. നമുക്ക് ശ്രമിച്ച് നോക്കാം. അപ്പോൾ തന്നിരിക്കുന്നത് എന്താണ്? sin x = √3/2 ആണ്. ശരിയല്ലയോ? നമുക്കറിയാം എക്സിന് ഏത് വാല്യൂ കൊടുക്കുമ്പോഴാണ് √3/2 കിട്ടുന്നത് നമുക്കറിയാം. ഏതാ? നമുക്ക് പ്രിൻസിപ്പൽ സൊല്യൂഷൻ ആയിരിക്കും 0ക്കും 2π ഇടയിലായിരിക്കണം. അപ്പോൾ എക്സിന് ഏത് കൊടുത്താൽ കിട്ടും? ഏത് കൊടുത്താൽ π/3. ശരിയാണ്, അത് മാത്രമേ വരത്തുള്ളൂ. നമുക്ക് നോക്കാം. ഇനി പൈന്ന് കൂട്ടുക, പൈന്ന് കുറയ്ക്കുന്നതിനും 2πയേക്കാൾ കുറവായിരിക്കും. ഇപ്പം പൈയുടെ കൂടെ ഇപ്പം π/3 കൂട്ടുക. പൈ എന്ന് പറയുമ്പോൾ നമുക്ക് 180 കൂടെ ഒരു π/3 60 കൂട്ടിയാലും 360യേക്കാൾ കുറവാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ വാല്യൂ, അതായത് പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. √3/2 എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആയിരിക്കണം. അപ്പോൾ നമ്മൾ സെക്കൻഡ് ക്വാഡ്രന്റിൽ വരുമ്പോൾ π - π/3 എന്ന് എഴുതിയാൽ ശരിയാവുമോ? sin π - π/3 എന്ന് എഴുതിയാൽ ഈ വാല്യൂ തന്നെ ആയിരിക്കുമോ കിട്ടുന്നത്? എന്നാലോചിച്ച് നോക്കുക. sin എക്സിന് പകരം π - π/3 എഴുതും. π - π/3, π വന്നാൽ സെയിം ഫംഗ്ഷനാണ് π/3, ഇതിൻ്റെ sin π/3 വരും. π മൈനസ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്, അവിടെ സൈൻ പോസിറ്റീവ് ആയതുകൊണ്ട് നമുക്ക് ഒരു വാല്യൂടെ കിട്ടും. ഇതിനെ എഴുതാം π - π/3 എന്ന് എഴുതാം. ഇനി അടുത്ത് നോക്കണം. അടുത്ത കഴിഞ്ഞാൽ എന്താണ്? 2π ആണ് നോക്കണ്ടേ. 2π നോക്കുമ്പം 2π കുറയ്ക്കുകയാണെങ്കിൽ ഫോർത്ത് ക്വാഡ്രന്റ്, 2π കൂട്ടുകയാണെങ്കിൽ ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്. അപ്പോൾ കുറയ്ക്കുമ്പോൾ പക്ഷെ നെഗറ്റീവ്, ഫോർത്ത് ക്വാഡ്രന്റ് നെഗറ്റീവാണ്. പക്ഷേ കൂട്ടുന്നത് വരത്തില്ല, കാരണം 2πയേക്കാൾ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഇത്രയും നോക്കിയാൽ മതി. നമ്മൾ ഏതൊരു ഫംഗ്ഷൻ്റെയും പ്രിൻസിപ്പൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ആദ്യം ഇത് ഇങ്ങനെ പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് ഇതുപോലെ പെട്ടെന്ന് ഒരെണ്ണം എഴുതാം. അതും പൈന്ന് കുറച്ച് നോക്കുക. പൈന്ന് കുറച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ കൂട്ടി നോക്കുമ്പോൾ ഇത് തന്നെ വരികയാണെങ്കിൽ അതും നമുക്ക് സൊല്യൂഷനായിട്ട് എഴുതാം. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം. ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3π - π/3 എഴുതാം. അതിനെ 2π/3 എഴുതാം. അപ്പോൾ പ്രിൻസിപ്പൽ സൊല്യൂഷൻസ് എന്ന് പറയുന്നത് നമുക്ക് x = π/3 ആൻഡ് x = 2π/3 എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് ഫൈൻഡ് ദ സൊല്യൂഷൻസ് ഓഫ്. സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജനറൽ സൊല്യൂഷനാണ്. പ്രിൻസിപ്പൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ മാത്രം അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാം. അപ്പോൾ തന്നിരിക്കുന്ന ഇതാണ് sin x = -√3/2. ഞാൻ ഈ മൈനസ് മാറ്റാൻ എന്ത് ചെയ്യും? അപ്പോൾ ജനറൽ സൊല്യൂഷൻ കാണുമ്പോൾ നമ്മൾ എപ്പോഴും sin x = sin y എന്ന ഫോമിൽ കൊണ്ടുവരണം. ഇവിടെ മൈനസ് ഉണ്ടല്ലോ, ഇവിടെ വേണമെങ്കിൽ -sin π/3 എന്ന് എഴുതായിരുന്നു. പക്ഷെ മൈനസ് മാറ്റണം. മൈനസ് മാറ്റാൻ തൊട്ട് മുമ്പേ പറയാം ഇതൊരു പോസിറ്റീവ് ആവണം. ഇതിനൊരു മൈനസ്, ഇതിനൊരു സൈൻ്റെ ഒരു വാല്യൂ കൊടുക്കണം. ഇപ്പോൾ π- π+ എന്നൊക്കെ കൊടുത്തത് പോസിറ്റീവ് ആക്കാം നമുക്ക്. അതിന് വേണ്ടി കഴിഞ്ഞ് എഴുതാം. ഇതിന് മൈനസ് ഇതിപ്പം മൈനസ് ചേർത്ത് പറയാം -sin π/3 എന്ന് എഴുതാം. ശരിയില്ലേ? പക്ഷെ നമ്മുടെ ഇക്വേഷൻ sin x = sin y എന്ന് വന്നാലാ മൈനസിനെ മാറ്റണം. അപ്പം നമുക്കിതിന് എന്ത് ചെയ്യാൻ പറ്റും? അതിന് വേണ്ടി ഇതിനെ സൈൻ, ഇപ്പം ഇത് ഏത് ക്വാഡ്രന്റിലാണ് സൈൻ നെഗറ്റീവ് വരുന്നത്? തേർഡ് ക്വാഡ്രന്റിലും ഫോർത്ത് ക്വാഡ്രന്റിലും. അപ്പം നമുക്കിതിനെ π + π/3 എഴുതിയാൽ മാറ്റമാണ്. ഇത് തന്നെ കിട്ടത്തില്ലയോ? ശരിയില്ലയോ? കാരണം ഇത് തേർഡ് ക്വാഡ്രന്റ് ആയിട്ട് എഴുതിയാൽ മതി. കാരണം സൈൻ തന്നെ പറയണം നമുക്ക്. സൈൻ തന്നെ വേഗം വേണം, അതിൻ്റെ സിമ്പല് മൈനസ് വരെയും വേണം. അപ്പോൾ നമ്മൾ ഇത് വേണം π + π/3 എന്ന് എഴുതിയാൽ ഇത് സൈൻ π വരുന്നതുകൊണ്ട് സൈൻ തന്നെ, π/3 അത് തേർഡ് ക്വാഡ്രന്റിലായതുകൊണ്ട് മൈനസ് തന്നെ വരും. അപ്പോൾ ഇത് തന്നെയാണ് കിട്ടുന്നത്. ഇങ്ങനെ എഴുതുമ്പോൾ നമുക്കിതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് sin x = sin 4π/3 എന്ന് എഴുതാം. ഉണ്ടോ? അപ്പോൾ ഈ ജനറൽ സൊല്യൂഷനാണ്. പ്രിൻസിപ്പൽ സൊല്യൂഷൻ ആണെങ്കിൽ നമുക്കിവിടെ 4π/3 എന്ന് പറഞ്ഞ് നമുക്ക് നിർത്താമായിരുന്നു. പക്ഷേ ഇവിടെ അതല്ല, ഇവിടെ ജനറൽ സൊല്യൂഷൻ ആയതുകൊണ്ട് നമുക്ക് പറയാം sin x = കണ്ടോ, sin x = sin y എന്ന ഫോമിലായി മാറി. yക്ക് പകരം 4π/3 ആണ്. നമ്മൾ നേരത്തെ പഠിച്ചു sin x = sin y ആയ സൊല്യൂഷൻ എന്ന് പറയുന്നത് x എന്താ പറഞ്ഞ് nπ + -1/n. ഇവിടെ yക്ക് പകരം തന്നെ ഇതാണ് 4π/3 വേറെ n belongs to z. ഇത്ര എഴുതുന്ന സൊല്യൂഷൻ എന്ന് പറയുന്നത് വളരെ എളുപ്പമില്ലയോ? അടുത്തൊരു പ്രോബ്ലം നോക്കാം. അടുത്തൊരു കോസിൻ്റെ സോൾവ് എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. സോൾവ് cos x = 1/2.
നമുക്കറിയാം കോസിൻ്റെ വാല്യൂ തന്നിരിക്കുന്നതെന്ന് എടുത്തെഴുതുവാണ്. കോസിൻ്റെ വാല്യൂ 1/2 വരുന്നത് ഏത് വാല്യൂ ഇടും? നെഗറ്റീവ് ഇല്ലാത്തതുകൊണ്ട് വളരെ എളുപ്പമാണ്. 1/2 വരുന്നത് കോസ് π/3 ആണ് ഉണ്ടോ. അപ്പോൾ കോസ് എക്സ് ഈക്വൽ ടു കോസ് π/3 എഴുതാം. ഇപ്പോൾ കോസ് എക്സ് ഈക്വൽ ടു കോസ് വൈ എന്ന് മാറി, വൈക്ക് പകരം π/3 ആണ്. അപ്പോൾ സൊല്യൂഷൻ നമുക്ക് എഴുതാം. എക്സ് ഈക്വൽ ടു കോസ് വരുമ്പോൾ 2nπ ± π/3 വേറെ n ബിലോങ്സ് ടു z എന്ന് എഴുതാം. വളരെ എളുപ്പമാണ്. പക്ഷെ മൈനസ് വരുവാണെങ്കിൽ ഇതിനെ നമ്മൾ പിന്നെ പ്ലസ് പോസിറ്റീവ് ആക്കേണ്ടി വരും. നേരത്തെ പ്രോബ്ലത്തിൽ പോട്ട്. നെക്സ്റ്റ് വൺ സോൾവ്. tan 2x ഈക്വൽ ടു മൈനസ് കോട്ടെക്സ് എക്സ് പ്ലസ് π/3. അപ്പോൾ ഇവിടെ സോൾവ് എന്ന് പറയുമ്പോൾ എക്സിൻ്റെ വാല്യൂ 2xൻ്റെ വാല്യൂ അല്ല, ഇവിടെ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. പക്ഷേ ഇവിടെ എക്സ് ഉണ്ട്, ഇവിടെ എക്സ് ഉണ്ട്. അപ്പോൾ ഇതിനെ ഇപ്പം നമുക്കിവിടെ tan 2x, അപ്പം ഞാൻ ഇതിനെ tan x ഈക്വൽ ടു tan y എന്ന ഫോമിലാക്കി മാറ്റണം. പക്ഷേ ഇവിടെ എന്താണ്? കോട്ടാണ് കിടക്കുന്നത്. അപ്പം നമുക്കിതിനെ ടാനിലോട്ടാക്കി മാറ്റാൻ tan, ഇപ്പം നമുക്കറിയാം ഇവിടെ കോട്ട് tan ആവണമെങ്കിൽ π/2ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. ഇപ്പം tan ആവണമെങ്കിൽ പൈ തന്നെ വേണം. അവിടെ പൈയുടെ കൂടെ ഏതെങ്കിലും ഒരു നമ്പർ ആഡ് ചെയ്യുക. പക്ഷേ നമുക്കിവിടെ കോട്ടിനെ tan ആക്കുന്നതിന് ഇവിടെ π/2 വേണമെങ്കിൽ നമുക്കിവിടെ π/2 പ്ലസ് ഇതെന്ന് കൊടുക്കാം, എക്സ് പ്ലസ് π/3 എന്ന് കൊടുക്കാം. അപ്പോൾ നോക്കാം π/2. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം? tan π/2 പ്ലസ് എക്സ് π/3 എന്ന് കൊടുക്കാം. ഇങ്ങനെ കൊടുത്തുകൂടാ? ഇതാ തന്നിരിക്കുന്നത്, ഇങ്ങനെ കൊടുക്കാം. ശരിയില്ല, ഇത് ശരിയാണെന്ന് നോക്കാം. tan π/2 പ്ലസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ കോഫങ്ഷൻ കോട്ട് വരണം. π/2 പ്ലസ് ഒരു നമ്പർ ആണെങ്കിൽ ഏതാ? ഫസ്റ്റ് സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്. സെക്കൻഡ് ക്വാഡ്രന്റ് tan നെഗറ്റീവ് ആയതുകൊണ്ട് നെഗറ്റീവ്. അപ്പോൾ ഇത് രണ്ട് സെയിമാണ് ഇല്ലയോ? അപ്പോൾ ഇവിടെ നോക്കിയാൽ tan x ഈക്വൽ ടു tan y എന്ന ഫോമിലായി മാറി. അപ്പോൾ നമ്മൾ എഴുതുന്നത് tan 2x ഇല്ലയോ? വേണമെങ്കിൽ ഇത് രണ്ടുകൂടെ ആഡ് ചെയ്യാം ഇല്ല. π/2 പ്ലസ് π/3 എന്ന് പറയുന്നത് ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എക്സ് ആദ്യം എഴുതിയിട്ട് ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 5π/6 എന്ന് കിട്ടും. എന്നിട്ട് നമ്മൾ tan x ഈക്വൽ ടു tan y എന്ന ഫോർമുല അപ്ലൈ ചെയ്തു. സൊല്യൂഷൻ എക്സ് ഇല്ലയോ? എക്സ് ഈക്വൽ ടു എക്സിന് പറഞ്ഞാൽ ഇവിടെ 2x ഈക്വൽ ടു nπ പ്ലസ് എക്സ് പ്ലസ് 5π/6 വേറെ n ബിലോങ്സ് ടു z എന്ന് പറയാം. ഇങ്ങനെ വരുമ്പോൾ എക്സ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ നേരത്തെ പഠിച്ചാണ്. tan x ഈക്വൽ ടു tan y എന്ന ഫോമിൽ വന്നാൽ എക്സ് ഈക്വൽ ടു nπ പ്ലസ് y എന്നാണ്. ശരിയല്ലയോ? അപ്പോൾ ഇവിടെ എക്സിന് പകരം പക്ഷേ 2x ആണ്, nπ പ്ലസ് പക്ഷെ വൈക്ക് പകരം എക്സ് പ്ലസ് 5π/6 ആണ്. ഇനി എക്സിന് ഇങ്ങനെ ഇപ്പുറത്ത് കൊണ്ടുവരിക. ശരിയല്ലയോ? 2x മൈനസ് എക്സ് ഈക്വൽ ടു nπ പ്ലസ് 5/6. ഇതുണ്ടെങ്കിൽ നമുക്ക് എക്സ് ഈക്വൽ ടു എഴുതി കൂടായോ? nπ പ്ലസ് 5π/6 വേറെ n ബിലോങ്സ് ടു z എഴുതാം. നല്ലൊരു പ്രോബ്ലമാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രോബ്ലം തന്നെയാണ്. ഇതിപ്പോൾ ചെയ്ത് പഠിക്കുക. നെക്സ്റ്റ് വൺ സോൾവ്. sin 2x മൈനസ് sin 4x പ്ലസ് sin 6x ഈക്വൽ ടു 0. അപ്പോൾ ഇതിനെ സോൾവ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് സൗകര്യപ്രദമായ രീതിയിൽ ഇതിനെ അറേഞ്ച് ചെയ്തെഴുതണം. ഞാൻ അതിനു വേണ്ടി ഇത് രണ്ടും കൂടെ ഒരുമിച്ച് എഴുതാൻ പോയാണ്. കാരണം ഇത് രണ്ടും കൂടെ കൂട്ടി പകുതി എടുക്കുമ്പോൾ ഇത് ഒന്ന് കിട്ടുമല്ലോ. ഇത് രണ്ടും കൂടെ കൂട്ടി പകുതി എടുക്കുമ്പോൾ ഇതിനകത്തൊരെണ്ണം കിട്ടും. അപ്പോൾ നമ്മൾ നോക്കണം ഇവിടെ 2x 4x 6x. അപ്പോൾ ഏതൊക്കെ എടുത്താലാണ്? ഇപ്പോൾ 2x 6x കൂടെ കൂട്ടിയാൽ പകുതി എടുത്താൽ 4x ആണ്. അപ്പോൾ അതുകൊണ്ട് അത് രണ്ടും ഒരുമിച്ച് എഴുതണം. കണ്ടോ? 6x പ്ലസ് 2x മൈനസ് 4x. എന്നിട്ട് ഇവിടെ sin x പ്ലസ് sin y ഫോർമുല അപ്ലൈ ചെയ്യണം. എന്താ? 2 sin x പ്ലസ് y/2 cos x മൈനസ് y/2. അതായത് sin 2x പ്ലസ് sin 6x പ്ലസ് 2x/2 cos 6x മൈനസ് 2x/2 മൈനസ് sin 4x അതേപോലെ ഇത് ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഇതിനെത്ര? ഇതിന് 4x ആണ്. ഇതെന്താണ്? 2x ആണ്. ഇത് കൂടായോ? അപ്പോൾ ഇങ്ങനെ കിട്ടും. നിങ്ങൾ നോക്കുക, ഇവിടെ രണ്ടും എന്ത് കോമൺ ആയിട്ട് എടുക്കാം? sin 4x കോമൺ ആയിട്ട് എടുക്കാം. അതിനുവേണ്ടി നമ്മൾ അങ്ങനെ ചെയ്യുന്നത് sin 4x കോമൺ ആയിട്ട് എടുത്തു. ബാക്കി വരുന്നത് ഇവിടെ 2 cos x മൈനസ് 1. ഇനി നമ്മൾ രണ്ട് പ്രോഡക്റ്റ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഇത് ഈക്വൽ 0 ആയിരിക്കും, അല്ലെങ്കിൽ ഇത് ഈക്വൽ ടു 0 എന്ന് പറയാം. ശരിയില്ലയോ? ഇത് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ നേരത്തെ പറയും sin x ഈക്വൽ ടു 0 ആയാൽ എക്സിൻ്റെ വാല്യൂ nπ ആണ്. അവിടെ sin 4x ഈക്വൽ ടു 0 ആയാൽ 4xൻ്റെ വാല്യൂ nπ എന്ന് എഴുതാം. ശരിയില്ലയോ? അതുപോലെ ഇതെന്താണ്? ഇതങ്ങ് അപ്പുറത്ത് കൊണ്ടുപോയി cos 2x ഈക്വൽ ടു 1/2 എന്ന് എഴുതി. അപ്പോൾ ഇതിനെ cos π/3 എന്ന് എഴുതാം. തൊട്ട് മുമ്പ് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തായിരുന്നു ഇതേപോലെ. അപ്പോൾ ഇവിടെ cos 2x ഈക്വൽ ടു എന്ന് എഴുതാം.
cos pi by 3 എന്ന് എഴുതാം. ഞാൻ നേരത്തെ പറഞ്ഞ sin 4x equal to 0 ആയാൽ 4xൻ്റെ വാല്യൂ നമുക്ക് n pi എന്ന് എഴുതാം. ശരിയില്ലയോ? ഇനിയോ ഇത് cos x equal to cos y എന്ന ഫോമിലാണ്. അതുകൊണ്ട് cos 2x equal to നമുക്ക് എഴുതാം 2n pi പ്ലസ് ഓർ മൈനസ് പൈ ബൈ 3. ആ വൈക്ക് വരും പൈ ബൈ 3 ആണ്. അതേ ഉള്ളൂ മാറ്റം. നമ്മുടെ ആ ഫോർമുലയ്ക്കായിട്ട് മാറ്റം ഇതേ ഉള്ളൂ. ഇവിടെ ഇതാണ് വൈക്ക് വരും, അത് വാല്യൂ കൊടുക്കുക. ഇനി ഇവിടെ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും? n pi by 4. ശരിയില്ലയോ? എക്സിൻ്റെ വാല്യൂ n pi by 4. ഓർ ഇനി അടുത്ത വാല്യൂ ഇവിടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഓരോ ടൈമിലും ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടും? n pi പ്ലസ് ഓർ മൈനസ് പൈ ബൈ 6 എന്ന ആൻസർ കിട്ടും. ഉണ്ടോ? അപ്പോൾ ഇതും നല്ലൊരു പ്രോബ്ലമാണ്. ഇതും ചെയ്ത് പഠിക്കുക. നെക്സ്റ്റ് വൺ, സോൾവ് 2 cos square x പ്ലസ് 3 sin x ഈക്വൽ ടു 0. അപ്പോൾ ഇതിനെ സോൾവ് ചെയ്യാനാണ്. എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ടായോ? തന്നിരിക്കുന്നത് ഞാൻ എടുത്തെഴുതുന്നു. ഇതിനെ ഞാൻ 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ് എന്ന് എഴുതുന്നു. എന്നിട്ട് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 2 ഇൻറ്റു മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ് പ്ലസ് 3 സൈൻ എക്സ്. ഒരു സ്റ്റെപ്പോടെ ഞാൻ എഴുതേണ്ടായിരുന്നു, എഴുതിയില്ല. ഇവിടെ മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ് പ്ലസ് ഇതൊരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു ഇതിനെ. എന്നിട്ട് ഇത് പോസിറ്റീവായി മാറി, ഇത് രണ്ടും നെഗറ്റീവായി മാറി, അത് എഴുതി. അപ്പോൾ ഈ സ്റ്റെപ്പ് സംശയം തോന്നാം. ഇത് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അടുത്ത സ്റ്റെപ്പ് ഞാൻ ചെയ്തതിന് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്കിത് പോസിറ്റീവ് ആക്കാൻ വേണ്ടിയാണ്. ഇത് ഞാൻ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഒരു മൈനസ് കോമൺ ആയിട്ട് എടുത്ത് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് ഈ ടേം പോസിറ്റീവായി മാറി, ഇത് രണ്ടും നെഗറ്റീവായി മാറി. ഇനി ഇവിടെ ഇന്നും ഞാൻ ഇതിനെ ഈ മൈനസ് സൈൻ 3x മൈനസ് 4 സൈൻ എക്സ് പ്ലസ് സൈൻ എക്സ് എഴുതി. ശരിയല്ലയോ? ഇത് രണ്ടും സെയിം അല്ലയോ? മൈനസ് 4 സൈൻ എക്സ് പ്ലസ് സൈൻ എക്സ് എന്ന് പറയുമ്പോൾ മൈനസ് 3 സൈൻ എക്സ് ആണ്. ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇവിടെ രണ്ടിടത്തും ഞാൻ 2 സൈൻ എക്സ് കോമൺ ആയിട്ട് എടുക്കുകയാണ്. 2 സൈൻ എക്സ്. അപ്പോൾ ഇവിടെ 2 സൈൻ എക്സ് എന്ന് എടുത്താൽ ഇവിടെ എന്ത് കിട്ടും? സൈൻ എക്സ് ഉണ്ട്, ഇവിടെ മൈനസ് 2 ഉണ്ട്. ശരിയില്ലയോ? ഞാൻ ഇതിനെയും സൈൻ എക്സ് മൈനസ് 2 കൊണ്ട് അതൊരു ബ്രാക്കറ്റ് ഇട്ടു. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഈ രണ്ട് ടേമിൽ കോമൺ ആയിട്ട് ഇത് രണ്ട് വലിയ അത് രണ്ടും കോമൺ ആയിട്ട് എടുത്ത് ബാക്കി വരുന്ന 2 സൈൻ എക്സ് പ്ലസ് 1 ആണ്. അപ്പോൾ ഇങ്ങനെ കിട്ടി സൈൻ എക്സ് മൈനസ് 2 ഇൻറ്റു 2 സൈൻ എക്സ് പ്ലസ് 1 ഈക്വൽ ടു 0. ഇതിനാക്കാൻ വേണ്ടിയാണ് ഇത്ര അറേഞ്ച്മെൻറ്റ് ചെയ്തത്. അപ്പോൾ ഇതേയുള്ള പ്രോബ്ലം നമ്മൾ ചെയ്ത് പഠിച്ചെങ്കിൽ മാത്രമേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി ഇതിൻ്റെ പ്രോഡക്റ്റായിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്കറിയാം, ഒന്നെങ്കിൽ ഇത് 0 ആയിരിക്കും, അല്ലെങ്കിൽ ഇത് 0 ആയിരിക്കും. ശരിയില്ലയോ? നമുക്കപ്പം എക്സ് മൈനസ് 2 ഈക്വൽ 0 ഓർ 2 സൈൻ എക്സ് പ്ലസ് 1 ഈക്വൽ ടു 0 എന്ന് പറയാം. അപ്പോൾ ഇവിടെ എന്താ പറയാം? സൈൻ എക്സ് ഈക്വൽ ടു 2 ഓർ സൈൻ എക്സ് ഈക്വൽ ടു ഇത് അപ്പുറത്തും മൈനസ് 1/2 എന്ന് പറയാം. നമുക്കറിയാം സൈൻ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -1നും 1നും ഇടയിലായിരിക്കും. ഒരിക്കലും സൈൻ എക്സിൻ്റെ വാല്യൂ 2 ആവത്തില്ല. അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. കണ്ടോ, ഹിയർ സൈൻ എക്സ് ഈക്വൽ ടു 2 ഈസ് നോട്ട് പോസിബിൾ സിൻ സൈൻ എക്സിൻ ക്ലോസർ ഉണ്ട് -1 എന്ന് പറയാം. പിന്നെ വരുന്ന എന്തേ ഉള്ളൂ? സൈൻ എക്സ് ഈക്വൽ ടു -1/2 ഇല്ലയോ? അതേ വരത്തുള്ളല്ലോ. പക്ഷേ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിനിപ്പോൾ ഇതൊരു സൈൻ ടേം ആക്കി മാറ്റണം. അപ്പോൾ ഇതിനെ സൈൻ ആക്കുമ്പോൾ പൈ പ്ലസ് 1 പൈ മൈനസ് 1 ആക്കി നമുക്ക് സൈനിലാക്കി മാറ്റണം. എങ്കിലേ സൈൻ എക്സ് ഈക്വൽ ടു സൈൻ വൈ എന്ന ഫോമിലാക്കി മാറ്റാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിനെ സൈൻ എക്സ് ഈക്വൽ ടു സൈൻ വൈ എന്ന ഫോമിലാക്കി മാറ്റാം. ഇതിനെ ഇപ്പോൾ ഒരു സൈൻ ഇതിപ്പോൾ സൈൻ പൈ ബൈ 6 ആണ്. 1/2 എന്ന് പറയുമ്പോൾ സൈൻ പൈ ബൈ 6ൻ്റെ വാല്യൂ ആണ്. സൈൻ 30ൻ്റെ വാല്യൂ ആണ് 1/2. അപ്പോൾ നമുക്ക് അതിനെ പൈ പ്ലസ് പൈ ബൈ 6 എന്ന് എഴുതാം. കാരണം ഇത് നെഗറ്റീവ് ആവണം. നെഗറ്റീവ് ആവണമെങ്കിൽ തേർഡ് ക്വാഡ്രന്റിൽ കൊടുത്താൽ മതി. തേർഡ് ക്വാഡ്രന്റിൽ കൊടുക്കുന്ന പൈ പ്ലസ് പൈ ബൈ 6 എന്ന് കൊടുത്താൽ മതി. അപ്പോൾ ഇതിന് സൈൻ 7 പൈ ബൈ 6 എന്ന് കിട്ടും. അപ്പോൾ സൈൻ എക്സ് ഈക്വൽ ടു സൈൻ ബൈ എന്ന ഫോമിലായില്ലയോ? അപ്പോൾ ഇവിടെ എക്സിന് പകരം വൈക്ക് വരെ 7 പൈ ബൈ 6 ആണ്. അപ്പോൾ സൊല്യൂഷൻ എങ്ങനെ എഴുതാം? എക്സ് ഇസ് ഈക്വൽ ടു n പൈ പ്ലസ് -1/n 7 പൈ ബൈ 6 വേറെ n ബിലോങ്സ് ടു. അപ്പോൾ ഇവിടെ ഇത് മാത്രമേ മാറുന്നുള്ളൂ. കോമൺ ആയിട്ട് ബാക്കിയെല്ലാം ഇങ്ങനെ സൈൻ എക്സ് ഈക്വൽ ടു സൈൻ വൈ എന്ന ഫോമിൽ വന്നാൽ ബാക്കിയെല്ലാം സെയിം ആണ്. മാറുന്നത് ഇവിടെ വരുന്നത് മാത്രമേ ഉള്ളൂ. ഓർത്ത് വെച്ചു. നെക്സ്റ്റ് വൺ, if sin x equal to 3/5 cos y is equal to -12/13 where x and y both lie in second quadrant, find the value of sin x plus y എന്ന് വെച്ചാൽ സൈൻ എക്സിൻ്റെ വാല്യൂ കോസ് വൈയുടെ വാല്യൂ എന്നിട്ട് എക്സും വൈയും സെക്കൻഡ് ക്വാഡ്രന്റിലാണെങ്കിൽ സൈൻ എക്സ് പ്ലസ് വൈയുടെ വാല്യൂ കണ്ടുപിടിക്കുക. നേരത്തെ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്ത് ഒരെണ്ണം മാത്രം ചെയ്ത് അതർ ക്വാഡ്രാറ്റിക് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞതാണ്. അതുപോലെ ചെയ്യാവുന്നതാണ്. ഞാൻ ആദ്യം തന്നിരിക്കുന്ന എഴുതുന്നു സൈൻ എക്സ് ഈക്വൽ ടു 3/5.
ഇതിന് വേണ്ടി ഞാനിപ്പം ബാക്കി എനിക്കിവിടെ കോസ് എക്സ് കണ്ടുപിടിക്കാം. നമുക്ക് സൈൻ എക്സ് പ്ലസ് വൈയുടെ ഫോർമുല സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ ആണ്. അപ്പോൾ ഇവിടെ സൈൻ എക്സ് ഉണ്ടെങ്കിൽ കോസ് എക്സ് കണ്ടുപിടിക്കാം, കോസ് വൈ ഉണ്ടെങ്കിൽ സൈൻ വൈ കണ്ടുപിടിക്കാം. ഞാൻ എന്നാലും നേരത്തെ പഠിപ്പിച്ച ഒരു ട്രയാങ്കിൾ ഉപയോഗിച്ച് ചെയ്യാൻ പോയാണ്. റൈറ്റ് ട്രയാങ്കിൾ എടുക്കുന്നു, അതിന് എ ബി സി എന്ന് പേര് കൊടുക്കുന്നു, എന്നിട്ട് ഇത് എക്സ് എന്ന ആംഗിൾ എടുക്കുക. നമുക്കറിയാം ഇത് എക്സ്, അപ്പം സൈൻ എക്സ് എന്ന് പറയുമ്പോൾ എതിർവശം ബൈ കർണം, ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പട്ടനോസ് പറയാം. ഞാനത് മാർക്ക് ചെയ്യുന്നു. ഇത് ഓപ്പോസിറ്റ് സൈഡ് ഇതായി. എന്നിട്ട് ഇത് കണ്ടുപിടിക്കുന്നു. എ ബി എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് എ സി സ്ക്വയർ മൈനസ് ബി സി സ്ക്വയർ വാല്യൂ കൊടുക്കുന്നു. റൂട്ട് 5 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ റൂട്ട് 25 മൈനസ് 9 റൂട്ട് 16 is equal to 4 എന്ന് എഴുതാം. ശരിയില്ല? അപ്പോൾ ഇത് എത്രയാണ്? 4 ആണ്. അപ്പോൾ കോസിൻ്റെ വാല്യൂ എത്രയായിരിക്കും? കോസ് എക്സ് എന്തായിരിക്കും? 4/5 എന്ന് പറയാം, ഇല്ലയോ? പക്ഷേ അത് സെക്കൻഡ് ക്വാഡ്രന്റ് ആയതുകൊണ്ട് കോസ് നെഗറ്റീവാണ്, അതുകൊണ്ടാണ് നെഗറ്റീവ് ചിഹ്നം കൊടുത്തത്. ഓർമ്മ വേണം. അപ്പോൾ ഇങ്ങനെ കണ്ടുപിടിക്കാം. ഇതേ രീതി ഉപയോഗിച്ച് നമുക്ക് ഇതും കണ്ടുപിടിക്കാം. ഞാൻ ഇപ്പുറത്തോട്ട് എഴുതുകയാണ്. കോസ് വൈ is equal to -12/13. ട്രയാങ്കിൾ എടുക്കുന്നു, ഇല്ലയോ? റൈറ്റ് ട്രയാങ്കിൾ ആണ്, അതിനെ പി ക്യു ആർ എന്ന് കൊടുക്കുന്നു. തന്നിരിക്കുന്ന ആംഗിൾ വൈ എന്നെടുക്കുന്നു. എന്നിട്ട് ഇവിടെ നോക്കിയേ, ഇത് സെക്കൻഡ് ക്വാഡ്രന്റ് ആയതുകൊണ്ടാണ് നെഗറ്റീവ് വന്നത്. അപ്പോൾ നെഗറ്റീവ് നോക്കണ്ട, നമുക്ക് ഏത് അഡ്ജസൻ്റ് സൈഡ് ബൈ ഹൈപ്പട്ടനോസ്, അഡ്ജസൻ്റ് സൈഡ് പി ക്യു ആണ്, അത് കൊടുക്കാം. ഹൈപ്പട്ടനോസ് എത്രയാണ്? 13 ആണ്. അപ്പോൾ ഇത് കണ്ടുപിടിച്ചാൽ മതി. ഇപ്പോൾ സൈൻ വൈ ആണ് വേണ്ടത്. സൈൻ വൈ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പട്ടനോസ് ആണ്. അപ്പോൾ ഇതിന് വേണ്ടി നേരത്തെ പറഞ്ഞിട്ട് നമുക്കിവിടെ ക്യു ആർ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് പി ആർ സ്ക്വയർ മൈനസ് പി ക്യു സ്ക്വയർ എന്ന് പറയാം. ഇത് 13 സ്ക്വയർ മൈനസ് 12 സ്ക്വയർ എന്ന് എഴുതാം. റൂട്ട് 169 മൈനസ് 144 സീക്വൽ ടു റൂട്ട് 25 സീക്വൽ ടു 5 എന്ന് എഴുതാം. അപ്പോൾ ഇത് 5 ആണ്, ശരിയില്ലയോ? അപ്പോൾ സൈൻ വൈയുടെ വാല്യൂ എന്തായിരിക്കും? 5/13 എന്ന് പറയാം. പക്ഷേ അത് പോസിറ്റീവ് ആവാൻ കാരണം സെക്കൻഡ് ക്വാഡ്രന്റാ, അത് പോസിറ്റീവ് എടുത്താൽ മതി. ഇപ്പം നമുക്ക് സൈൻ എക്സ് ആയി, കോസ് എക്സ് ആയി, സൈൻ വൈ ആയി, കോസ് വൈ ആയി, സൈൻ വൈ ആയി. ഇതിനെ ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. പിന്നെ ഇത് നേരത്തെ ഇതേ രീതി ഉപയോഗിച്ചുകൊണ്ടാണ് വീണ്ടും ഞാൻ ഇത് തന്നെ പറയുന്നത്. ഇനി സൈൻ എക്സ് പ്ലസ് വൈ നമുക്ക് സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ എന്ന് എഴുതാം. ഇതിൻ്റെ വാല്യൂ കൊടുക്കുന്നു. ഒരു സൈൻ എക്സിൻ്റെ വാല്യൂ 3/5, കോസ് വൈയുടെ വാല്യൂ -12/13, കോസ് എക്സിൻ്റെ വാല്യൂ -4/5, സൈൻ വൈയുടെ വാല്യൂ 15/13, 5/13 കൊടുക്കാം. ശരിയില്ലയോ? കൊടുക്കാം. ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്യാം, ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം, ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. ഇതാകുമ്പോൾ 65, ഇത് -36, ഇത് 65 ആണ്, ഇത് -20 എന്ന് പറയാം, ഇല്ലയോ? അപ്പോൾ ഇത് രണ്ടും ഒരേ ചിഹ്നമായതുകൊണ്ട് രണ്ടും ആഡ് ചെയ്യാം. -56/65 എന്നാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. നല്ലൊരു പ്രോബ്ലമാണ്. ഇതും ചെയ്ത് പഠിക്കുക. ഇങ്ങനെയുള്ള പ്രോബ്ലംസൊക്കെയാണ് എക്സാമിന് വന്നിട്ടുള്ളത്. അപ്പം ഇത്രയുമാണ് ഞാൻ തേർഡ് പാർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് മാക്സിമം പ്രോബ്ലം ഞാൻ ചെയ്തിട്ടുണ്ട് 3 പാർട്ടായിട്ട്. അപ്പം നിങ്ങളിത് ചെയ്ത് പഠിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.